താഴെ നൽകിയിട്ടുള്ളത് ചേരുംപടി ചേർക്കുക. കോണ്ടാക്ട് പ്രക്രിയ നിക്കൽ, ഹേബർ പ്രക്രിയ അയൺ, ഓസ്വാൾഡ് വനേഡിയം പെന്റോക്സൈഡ്, ഹൈഡ്രജനേഷൻ പ്രക്രിയ പ്ലാറ്റിനം. ശരിയായ ഓപ്ഷൻ സി. കോണ്ടാക്ട് പ്രക്രിയ വനേഡിയം പെന്റോക്സൈഡ്, ഹേബർ പ്രക്രിയ അയൺ, ഓസ്വാൾഡ് പ്രക്രിയ പ്ലാറ്റിനം, ഹൈഡ്രജനേഷൻ പ്രക്രിയ നിക്കൽ. ഗൺമെറ്റലിൽ അടങ്ങിയിട്ടില്ലാത്ത ലോഹം ഏത്? ഓപ്ഷൻ എ അയൺ. താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് വാതകങ്ങൾക്ക് ദ്രാവകത്തിലുള്ള ലേയത്വം ഓപ്ഷൻ ഡി കുറയുന്നു. വാടിയ പൂക്കൾ ജലം തളിക്കുമ്പോൾ പൂർവാവസ്ഥയിലെത്തുന്നതിന് പിന്നിലുള്ള പ്രതിഭാസം. വ്യതിവ്യാപനം. വൈദ്യുത രാസസെല്ലുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ചില മേഖലകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. ലായനികളുടെ pH മൂല്യനിർണ്ണയം, ലേയത്വ ഗുണനാങ്കം കണ്ടുപിടിക്കാൻ പൊട്ടൻഷ്യോമെട്രിക് അനുമാനങ്ങൾക്ക്. ഡ്രൈസെല്ലിൽ ആനോഡായി ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഓപ്ഷൻ ബി സിങ്ക്. ഒരു രാസപ്രവർത്തനത്തിൻ്റെ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചുവടെയുള്ളതിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. അഭികാരകങ്ങളുടെ ഗാഢത, താപനില, ഉൾപ്രേരകം. ലെഡ് ചേംബർ പ്രക്രിയയിലെ ഉൾപ്രേരകം ചുവടെയുള്ളതിൽ ഏതാണ്? ഓപ്ഷൻ സി. കലാമിൻ എന്ന അയിരിൻ്റെ രാസസൂത്രം. ഓപ്ഷൻ ബി. ഇരുട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഏകാത്മക ലായനിയിൽ കൂടി പ്രകാശരശ്മി കടത്തിവിട്ടുകൊണ്ട് പ്രകാശം കടന്നുപോകുന്ന ദിശയിൽ നിരീക്ഷിച്ചാൽ ലായനി സുതാര്യമാണെന്ന് കാണാം. ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി. ടിൻഡൽ എഫക്റ്റ്. ശരിയായി യോജിച്ചവ കണ്ടെത്തുക. ജിപ്സം CaSO4 2H2O, എപ്സം MgSO4 7H2O, ഗലീന PbS. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇവയെല്ലാം. താഴെ നൽകിയിരിക്കുന്ന മൂലകങ്ങളിൽ ഏതു മൂലകത്തിനാണ് സെക്കൻഡിൻ്റെ അംശത്തിലൊന്ന് മാത്രം അർത്തായുസ്സും വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നതുമായ കൃത്രിമ റേഡിയോ ആക്റ്റീവ് മൂലകം? 12C ലിവർമോറിയം. ഫ്ലൂറിൻ കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഓപ്ഷൻ ഡി ഓക്സിജൻ. ഉദാസീന ഓക്സൈഡുകൾ അഥവാ ന്യൂട്രൽ ഓക്സൈഡുകൾക്ക് ഉദാഹരണം ഏതൊക്കെ? ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓസോൺ വാതകത്തിൻ്റെ നിറമെന്ത്? ഇളം നീല. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രത്യേകതകളിൽ പെടുന്നത് ഏതൊക്കെ? ഓപ്ഷൻ ഡി ഇവയെല്ലാം. താഴ്ന്ന ബാഷ്പീകരണം, സാന്ദ്രതയേറിയ നിറമില്ലാത്ത എണ്ണ പോലെയുള്ള ദ്രാവകം, ഓക്സികാരിയായി പ്രവർത്തിക്കാനുള്ള കഴിവ്. മാംഗനീസ് ഡൈ ഓക്സൈഡും ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകം. ഓപ്ഷൻ സി ക്ലോറിൻ.